രത്നങ്ങളുടെ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജെംസ് വേൾഡ്. സാർ നമസ്കാരം. ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസാണ് നമുക്കൊപ്പം ഉള്ളത്. ഇന്ദ്രനീലത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാലും തീരുന്നില്ല. എവിടെ നിന്നാണ് കിട്ടുന്നത്, കൂടുതൽ ഏത് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇത് ആർക്കൊക്കെ ധരിക്കാം? അതിപ്പോൾ നമ്മളൊരു ബർത്ത് ചാർട്ട് തന്നെ നമ്മളെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? 12 ഹൗസസ് ആണ്. അതിൽ ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് ഞാൻ തന്നെ, മൈസെൽഫ്. എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ ജീന്, എൻ്റെ ഹെൽത്ത്, എൻ്റെ അപ്പിയറൻസ്, ലുക്ക് വൈസ്, ഏകദേശം ക്യാരക്ടർ വൈസ് എല്ലാം നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഫസ്റ്റ് ഹൗസാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ചോദ്യത്തിന് അനുകൂല ആർക്കാന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമുക്ക് മേടം ഫസ്റ്റ് ഹൗസായിട്ട് വന്നു. അതിൻ്റെ 10th ഹൗസ് എന്ന് പറയുന്നത് മകരമാണ്. മനസ്സിലല്ലേ? മേടം മുതൽ നമ്മൾ കൗണ്ട് ചെയ്ത് ധനുവിൽ വരുമ്പോൾ 9th ഹൗസായി, 10th ഹൗസ് മകരത്തിൽ വന്നു. മകരത്തിൽ ശനി നിൽക്കാന്ന് വിചാരിക്കും. അപ്പോൾ ഇത് 10th ഹൗസിൽ കരിയറിൻ്റെ ആള് മകരം എന്ന് പറയുന്നത് തന്നെ ശനിയുടെ ഹൗസാണ്. മകരവും കുംഭവും ശനിയുടെ ഹൗസസ് ആണ്. ഈ മകരത്തിൽ തന്നെ ശനി നിൽക്കുന്നു, അല്ലെങ്കിൽ കുംഭത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ കരിയർ തരേണ്ട ആള് അവിടെ കരിയറിൻ്റെ സ്ഥാനത്ത് നിൽപ്പുണ്ട്, ഓൺ ഹൗസിൽ നിൽക്കുക. അത് വളരെ ഒരു പോസിറ്റീവ് സൈനാണ്. ഇയാൾക്ക് കർമ്മരംഗത്ത് ഇയാളൊരു നല്ലൊരു കർമ്മകാരകനായിരിക്കും. കർമ്മകാരകനായ ശനി അതേ സ്ഥാനത്ത് നിൽക്കുമ്പം കർമ്മഭാവം നന്നാവും. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ജോലിയിൽ നല്ല രീതിയിൽ പോകുന്ന ആളായിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ജോലിയായിരിക്കും ഇയാൾക്ക്. തപ്പി നടക്കേണ്ട ആവശ്യം വരത്തില്ല. ഇയാൾ എന്താണ് പഠിച്ചിരുന്ന് അതിലേക്ക്. ഇപ്പം ശനിയുടെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, റോബോട്ടിക് എഞ്ചിനീയറിങ്, കൺസ്ട്രക്ഷന്, സ്പെയർ പാർട്സ് കച്ചവടം, ഇരുമ്പ് കച്ചവടം, മെറ്റൽസുമായിട്ടുള്ള കച്ചവടം, അങ്ങനെ പല. ഇത് അയണാണ്. ഇത് കോർ ഓഫ് അയൺ എന്നാണ് പറയുന്നത്. ഒരു ഇന്ദ്രനീലത്തിനകത്ത് അയൺ കണ്ടൻസാണ് കൂടുതലുള്ളത്. അപ്പോൾ അത് കരിയറിൽ വരുമ്പോൾ അയണുമായിട്ട് ബന്ധത്തിലാണ് വരുന്നത്. പക്ഷേ ഇത് ഞാൻ സിമ്പിളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഗ്രഹനിലയുടെ ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് മൂണെന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് കയറി വന്നു, അല്ലെങ്കിൽ രാഹു എന്ന് പറയുന്ന പ്ലാനറ്റ് കൺജക്ഷൻ വന്നു കഴിഞ്ഞാൽ ആൾ ഓയിൽ ഫീൽഡിലായിരിക്കും വരുന്നത്. വാട്ടർ ആയിരിക്കും, പക്ഷേ അതിനകത്ത് ഒരു മിനറൽ കണ്ടൻറ്റ് കാണും. ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്രഹനിലക്കാരന് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഈ ഇന്ദ്രനീലം കൊടുക്കാം, എന്ന് കൊടുക്കാം. അത് ജനിച്ചൊരു ഒരു മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഇന്ദ്രനീലം ധരിക്കാൻ തുടങ്ങും. കാരണം അന്ന് മുതൽ നമ്മൾ ചെറുപ്പം മുതൽ ധരിക്കുമ്പോൾ അതിന് ഗുണമുള്ളൂ. നല്ല ശീലങ്ങളെല്ലാം നമുക്ക് ചെറുപ്പത്തിലാണ് വരേണ്ടത്, അല്ലേ? ഇപ്പോൾ നമ്മൾ 50-60 വയസ്സിൽ കൊണ്ട് കല്ലിടുന്നതിനകത്ത് വലിയ കാര്യമില്ല. കാരണം നമ്മൾ ഈ കതിരെ കൊണ്ട് വളം വെക്കുക എന്ന് പറഞ്ഞ പോലെ ഇല്ലയെന്നല്ല, എന്നാലും ചെറുപ്പത്തിൽ ചെയ്തു വന്നാൽ ലൈഫ് ടൈം ആയത് ഉപയോഗിക്കുന്നത്. അയാളുടെ കർമ്മരംഗം കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പറയാൻ പറ്റും. അല്ല ഏത് ഫീൽഡിനകത്താണ് പോകുന്നത് പോലും പറയാൻ പറ്റും. അപ്പോൾ ശനി അവിടെ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നു, ശനിയുടെ കല്ല് അവിടെ അനുകൂലമായിട്ട് മാറുന്നു. ഇതിന്റെ ധരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇത് ആർക്കൊക്കെ ധരിക്കാൻ പാടില്ല, അതോടെ ഇപ്പം പറഞ്ഞേക്കാം. അതിന് നമ്മളൊരു ഗ്രഹനില നമ്മുടെ മനസ്സിൽ കാണണം. വൃശ്ചിക ലഗ്നം, നമ്മൾ മേടലഗ്നം പറഞ്ഞു. എല്ലാ ഗ്രഹങ്ങൾക്കും അവരവരുടെ ഓൺ ഹൗസസ് ഉണ്ട്. സ്വക്ഷേത്രങ്ങളുണ്ട്, ഉച്ചക്ഷേത്രങ്ങൾ, എക്സോൾട്ടഡ് ഹൗസുകളുണ്ട്, വളരെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നു പ്ലസ് പോയിന്റിൽ. അതുപോലെ തന്നെ ഡിബിലിറ്റേഷൻ ഉണ്ട്, നീചത്തിൽ നിൽക്കുന്നു. ഈ 3 ഹൗസസ് ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പോൾ ഇത് വൃശ്ചിക ലഗ്നത്തിൻ്റെ 6th ഹൗസ് എന്ന് പറയുന്ന മേടത്തിൽ ശനിക്ക് നീചാവസ്ഥയാണ്, ഭയങ്കര മൈനസാണ്. ഇപ്പോൾ 6th ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് അസുഖങ്ങളും രോഗങ്ങളും എന്ന് മാത്രമല്ല, ഈ മേടം ഹൗസ് നമ്മുടെ തലയുടെ ശിരസ് ഭാഗമാണ്. അപ്പോൾ അസുഖങ്ങളുമായിട്ട് കണക്റ്റഡ് ഈ സ്ട്രോക്ക് പോലുള്ള സാധനങ്ങളൊക്കെ കയറി വരുന്നത് ഇങ്ങനെ ഗ്രഹനിലയുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് നമ്മൾ വാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അയാൾക്ക് ശനി ദശയും കൂടെ അന്ന് വിചാരിക്കുക, ശനിയുടെ കല്ലവിടെ കൊടുക്കാവോ ഇല്ലയോ? അത്ര നേരം കേട്ടല്ലോ, കൊടുക്കാൻ പാടില്ല. കറക്റ്റ്. നമുക്കിനി ഇതിന്റെ ഈ ധരിക്കുന്നതിന്റെ കുറച്ച് വിശദാംശങ്ങൾ കൂടെ അറിയേണ്ടതുണ്ട്. അത് അടുത്ത ആഴ്ച നമുക്ക് കണ്ടിട്ട് ചെയ്യാം. നമസ്കാരം.